ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് അപവാദ ദർശനത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് പഠന വിഷയം. ശ്ലോകം: യസ്യോൽപത്തിർലയോ നാസ്തി തത്പരം ബ്രഹ്മനേതരത് ഉത്പത്തിശ്ചലയോസ്ഥിതി ഭ്രമത്യാത്മനി മായയാ. ഓരോ പദങ്ങൾ. ഉൽപ്പത്തി, യസ്യ ഉൽപ്പത്തി, ലയ നാസ്തി തത് പരം ബ്രഹ്മ ന ഇതരത്. ഉൽപ്പത്തി ച ലയ അസ്തി ഇതി ഭ്രമതി ആത്മനി മായയ. അർത്ഥം: യസ്യ യാതൊന്നിന് ഉൽപ്പത്തി ലയ ഉൽപ്പത്തിയും ലയവും ന അസ്തി ഇല്ലയോ തത് പരം ബ്രഹ്മ അത് പരബ്രഹ്മമാകുന്നു. ന ഇതരത് ഇതരമായി മറ്റൊന്നും ഇല്ല. ഉൽപ്പത്തി ച ഉൽപ്പത്തിയും ലയ ച ലയവും അസ്തി ഇതി ഉണ്ട് എന്നിപ്രകാരം ആത്മനി ആത്മാവിൽ മായയാ ഭ്രമതി മായ കൊണ്ട് ഭ്രമിക്കുകയാണ്. ഉൽപ്പത്തിയും ലയവും ഇല്ലാത്ത ഒന്നുണ്ട്, അത് പരബ്രഹ്മമാണ്. അതല്ലാതെ മറ്റൊന്നും ഇല്ല. ഉൽപ്പത്തിയും ലയവും ഉള്ളതായി നാം കാണുന്നവയെല്ലാം ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാവുകയും അവസാനം ആ വസ്തുവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിലോ ചേർന്ന് ഇല്ലാതാവുകയും ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്. ഭൂമിയിൽ നിന്നുണ്ടായ സർവ്വതും അവസാനം ഭൂമിയിൽ തന്നെ ലയിക്കുന്നു. കടലിൽ നിന്ന് നീരാവിയായി പുറപ്പെട്ട ജലകണങ്ങൾ അവസാനം കടലിൽ തന്നെ ചെന്ന് ചേരുന്നു. അതായത്, ഒന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് എന്തിൽ നിന്നുണ്ടായി എന്ന ഒരു ചോദ്യമുണ്ട്. അതിന് ലയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതെവിടെ ചെന്ന് ലയിക്കുന്നു എന്നും ഒരു ചോദ്യമുണ്ട്. എന്നാൽ ബ്രഹ്മത്തിന് ഉൽപ്പത്തിയോ ലയമോ ഇല്ല. കാരണം അതല്ലാതെ മറ്റൊന്നും ഇല്ല. അതായത്, അതിനുണ്ടാവാൻ അതിനെ ഉണ്ടാക്കുന്ന ഒരു കാരണവസ്തുവും ഇല്ല. കാരണവും കാര്യവും എല്ലാം അതുതന്നെയാണ്. ബ്രഹ്മം നിത്യവും ആദ്യന്തരഹിതവുമാണ്. ബ്രഹ്മത്തെയാണ് നാം പ്രപഞ്ചമായി കാണുന്നത്. ബ്രഹ്മത്തിൽ പ്രപഞ്ചരൂപം കാണാനുള്ള കാരണം മായയാണ്. മായ എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് മുൻപ് പറഞ്ഞല്ലോ. തെറ്റിദ്ധാരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായ അറിവ് അഥവാ അവിദ്യയെയാണ്. പ്രപഞ്ചത്തെ നാം ഉള്ളതായും ഉൽപ്പത്തിലയങ്ങളോട് കൂടിയതായും കാണുന്നു. നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി സ്വയം കരുതുകയും ചെയ്യുന്നു. ഉൽപ്പത്തിലയങ്ങൾ അഥവാ ജനനമരണങ്ങൾ ഉള്ളതായും കരുതുകയും ചെയ്യുന്നു. നാം ജനിച്ച ഈ ലോകം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഉള്ളതായും മരിച്ചതിന് ശേഷവും ഇതിവിടെ നിലനിൽക്കുന്നതായും കരുതുന്നു. ഈ അറിവ് ലോകത്തെ നിത്യവസ്തുവായും നാം സ്വയം അനിത്യവസ്തുക്കളായും വിലയിരുത്താൻ ഇടവരുന്നു. നാം ആഗ്രഹിക്കുന്നതും നമുക്ക് ഇല്ലാത്തതും ആയ പലതും ലോകത്തിൽ കാണുകയും അവയെല്ലാം സ്വന്തമാക്കാൻ പറ്റാത്തതിൽ നാം ദുഃഖിക്കുകയും ചെയ്യുന്നു. സർവം പരവശം ദുഃഖം, സർവമാത്മഗതം സുഖം. നമുക്ക് ഇല്ലാത്തത് മറ്റുള്ളവർക്ക് ഉള്ളതായി കാണുന്നതാണ് ദുഃഖകാരണം. നമുക്ക് സ്വന്തമായി ഉള്ളവയാണ് നമുക്ക് സുഖം തരുന്നത്. അപ്പോൾ ദുഃഖനിവൃത്തി വരണമെങ്കിൽ സർവമാത്മഗതമാകണം. അതായത് എല്ലാം എൻ്റേതാകണം.
ഈ പ്രപഞ്ചം മുഴുവനും എൻ്റേതാകണമെന്ന് കരുതിയാൽ അത് നടക്കുമോ? സാധ്യമല്ല. എങ്കിലും എന്നെ മോഹവലയിൽപ്പെടുത്തി ദുഃഖിതനാക്കിയ ഈ പ്രപഞ്ചം എന്താണ് എന്ന് അന്വേഷിക്കാമല്ലോ. ആ അന്വേഷണത്തിലൂടെ അതിൻ്റെ കാരണവസ്തുവെ കണ്ടുപിടിക്കുകയും ചെയ്യാം. ആ കാരണവസ്തുവാണ് ബ്രഹ്മം എന്ന് ബോധ്യമാകുമ്പോൾ കാരണവസ്തുവായ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചമായി കണ്ടത് എന്നും ബോധ്യമാകും. മഹാഭാരതത്തിൽ ഒരിടത്ത് പ്രപഞ്ചത്തെ ബ്രഹ്മവൃക്ഷമായി വർണ്ണിച്ചിരിക്കുന്നത് കാണുക. അവ്യക്തബീജപ്രഭോ ബുദ്ധിസ്കന്ധമയോ മഹാൻ മഹാഹങ്കാരവിടവ ഇന്ദ്രിയാന്തരഗോഡര മഹാഭൂതവിശാഖശ്ച വിശേഷപ്രതിശാഖവാൻ സദാ പൂർണ്ണഃ സദാ പുഷ്പ ശുഭാശുഭഫലോദയ ആജീവ്യഃ സർവഭൂതാനാം ബ്രഹ്മവൃക്ഷഃ സനാതനഃ ഏവം ഹിത്വാ ച ഭിത്വാ ച തത്വജ്ഞാനാസിനാ ബുധഃ ഹിത്വാ സംഗമയാൻ പാശാൻ മൃത്യുജന്മജരാദയാൻ നിർമ്മമോ നിരഹങ്കാര മുച്യതേ നത്ര സംശയഃ. അർത്ഥം: ഈ ബ്രഹ്മവൃക്ഷം അവ്യക്തമായ വിത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതായത് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമല്ല. അതായത് പൂർവജന്മത്തിൽ ചെയ്ത കർമ്മഫലം അനുഭവിക്കാനാണ് ഈ ജന്മം ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ജന്മത്തിന് കാരണം എന്താണ് എന്ന് ഒരു ചോദ്യമുണ്ടായി. അതിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞത്. അവ്യക്തം, അത് വ്യക്തമല്ല. അവ്യക്തത്തിൽ, അതായത് ആദ്യത്തെ ജന്മം ഉണ്ടാകാനുള്ള കാരണം വ്യക്തമല്ല. ഈ മഹത്തായ വൃക്ഷത്തിൻ്റെ, അതായത് ബ്രഹ്മവൃക്ഷത്തിൻ്റെ തടി ബുദ്ധിയാണ്. അഹങ്കാരമാണ് ഈ വൃക്ഷത്തിൻ്റെ രൂപം. ഇന്ദ്രിയങ്ങൾ ഈ വൃക്ഷത്തിലെ പൊത്തുകളാണ്. പഞ്ചഭൂതങ്ങൾ ശാഖോപശാഖകളും ശുഭവും അശുഭവും ആയ ഫലങ്ങളോടുകൂടിയതും സദാ പൂത്തു കാച്ചു നിൽക്കുന്നതുമാകുന്നു. മോഹങ്ങളും അഹങ്കാരവും കളഞ്ഞ് ജന്മജരാമരണാദി ദുഃഖങ്ങളെ ഉണ്ടാക്കുന്ന ലോകത്തോടുള്ള ആസക്തിയാകുന്ന ബന്ധനത്തെ മുറിച്ച് ബുദ്ധിമാൻ തത്വജ്ഞാനമാകുന്ന വാളിനാൽ ഈ മായാവൃക്ഷത്തെ ഛേദിച്ച് ഭേദിച്ച് ബ്രഹ്മസായുജ്യമാകുന്ന മുക്തിയെ പ്രാപിക്കുന്നു. ബ്രഹ്മവൃക്ഷം എന്ന് ആരംഭിച്ച് മായാവൃക്ഷം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ഒരു അർത്ഥമുണ്ട്. അത് അവസാനം പറയാം. ഈ വൃക്ഷം നമ്മിൽ തന്നെയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ജനിക്കാനുള്ള കാരണം വ്യക്തമല്ല എന്നതുകൊണ്ട് അവ്യക്തബീജപ്രഭവ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് വിത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. മഹാഹങ്കാരം അഥവാ ഞാനെന്ന ബോധമാണ് ഇതിന് രൂപം നൽകിയത്. ബുദ്ധിയാകുന്ന തടി എന്ന് പറയാൻ കാരണം പ്രപഞ്ചബോധത്തിലാണ് ഇതിൻ്റെ നിലനിൽപ്പ്. ഇന്ദ്രിയങ്ങളാകുന്ന പൊത്തുകളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നാമരൂപങ്ങളാകുന്ന ശാഖോപശാഖകൾ പൂത്ത് കാച്ച് സർവത്ര പടർന്ന് വ്യാപിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. പാപപുണ്യങ്ങളാകുന്ന പക്വഫലങ്ങൾ ഇവയിലുണ്ട്. ഇവയെ ഭക്ഷിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ മായാമോഹിതരായി വിഷയാസക്തരായി ജനന ജരാമരണാദികളാകുന്ന സംസാര ദുഃഖം അനുഭവിക്കുന്നു. തത്വജ്ഞാനികളാകുന്ന ബുദ്ധിമാന്മാർ ഇത് മായയാണ്, മിഥ്യയാണ് എന്ന് കരുതി തിരിച്ചറിഞ്ഞ് ഭൗതികമോഹങ്ങൾ വെടിഞ്ഞ് സ്വതന്ത്രരാകുന്നു. അവർ ജനനമരണാദി സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തരാകുന്നു. ഈ ലോകം ഉള്ളതാണെന്നും ഞാൻ ജനിച്ചു എന്നും
എനിക്ക് മരണം ഉണ്ടാകുമെന്നും എല്ലാം തോന്നിയത് മായയുടെ കളിയാണ് എന്ന കാര്യം അപ്പോൾ ബോധ്യമാകും. അതാണ് ഉൽപ്പത്തിശ്ചലയോ സ്ഥിതി, ഉൽപ്പത്തിയും ലയവും ഉണ്ട് എന്ന് ഭ്രമത്യാത്മനി മായയാ, ആത്മാവ് മായ കൊണ്ട് ഭ്രമിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതെല്ലാം ബ്രഹ്മമായിട്ട് തന്നെ കാണുന്ന കാഴ്ചപ്പാടുള്ളവർക്ക് മായയുണ്ടാക്കുന്ന ചേരിതിരിവുകൾ ബാധകമല്ലാതാനും. ഒരു ഉദാഹരണം പറയാം. ഒരു അവധൂത സന്യാസി ഒരു പട്ടിയുടെ പുറത്ത് കയറിയിരുന്ന് പട്ടിയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. പട്ടിയുടെ ഭക്ഷണം തന്നെയാണ് സ്വാമിയുടെയും ഭക്ഷണം. ഈ കാഴ്ച കണ്ടുകൊണ്ട് കുറേ പേരവിടെ തടിച്ചുകൂടി. ഒരു ഭ്രാന്തൻ പട്ടിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് അവർക്കെല്ലാം തോന്നിയത്. അതിൽ ഒരാൾ ചിരിച്ചുകൊണ്ട് സന്യാസിയോട് ചോദിച്ചു, എന്താ സ്വാമി ഈ പട്ടി കഴിക്കുന്ന അശുദ്ധ വസ്തു തിന്നുന്നത്? സ്വാമി ഇങ്ങനെ പറഞ്ഞു, വിഷ്ണോപരിസ്ഥിതോ വിഷ്ണു, വിഷ്ണം ഘാതതി വിഷ്ണവേ, കഥം ഹസസിരേ വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്. വിഷ്ണോപരിസ്ഥിതോ വിഷ്ണു, വിഷ്ണുവിൻ്റെ പുറത്ത് വിഷ്ണു ഇരിക്കുന്നു. വിഷ്ണം ഘാതതി വിഷ്ണവേ, വിഷ്ണുവിനായി വിഷ്ണുവിനെ തിന്നുന്നു. കഥം ഹസസിരേ വിഷ്ണു, എന്തുകൊണ്ടാണ് അല്ലയോ വിഷ്ണു നിങ്ങൾ ചിരിക്കുന്നത്? എന്താണ്? സർവം വിഷ്ണുമയം ജഗത്, ഈ ജഗത്ത് മുഴുവനും വിഷ്ണുമയമാണ്. ഇതാണ് ലോകത്തെ ബ്രഹ്മത്തിൻ്റെ രൂപത്തിൽ കാണുന്ന ജീവൻ മുക്തൻ്റെ അവസ്ഥ. ഇങ്ങനെ ഉള്ളവർ അജ്ഞാനികളുടെ ദൃഷ്ടിയിൽ ഭ്രാന്തന്മാരാണ് എന്ന് തോന്നും. ഈ അജ്ഞാനികൾക്ക് സിദ്ധവേഷം കെട്ടിയ തട്ടിപ്പുകാർ ദിവ്യന്മാരാണ് എന്നും തോന്നും. ഭഗവത്ഗീതയിൽ യഥാർത്ഥ ജ്ഞാനിയുടെ ലക്ഷണം ഇങ്ങനെ പറയുന്നു, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സ്വനിജൈവ സ്വപാകേജ പണ്ഡിത സമദർശിന. അർത്ഥം, വിദ്യയും വിനയവും ഉള്ള ബ്രാഹ്മണനിലും പശുവിലും ആനയിലും സ്വാവിൻ്റെ മാംസം ഭക്ഷിക്കുന്ന ചണ്ടാളനിലും പണ്ഡിതന്മാർ സമദർശികളാണ്. അതായത് ജ്ഞാനികളുടെ ദൃഷ്ടിയിൽ ഇവരെല്ലാം ഒന്നു തന്നെയാണ്. ഈ അറിവുകളെല്ലാം ഉണ്ടായാലും ജനന മരണങ്ങളെ പറ്റിയുള്ള വിശ്വാസം ഇല്ലാതാകുന്നില്ല. ഒരു സന്തതി ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുകയും ഇഷ്ടപ്പെട്ടവരുടെ മരണത്തിൽ വിലപിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഗുരുദേവൻ പറയുന്നു, ഉൽപ്പത്തിശ്ച ലയോസ്ഥിതി ഭ്രമത്യാത്മനി മായയാ, ഉൽപ്പത്തിയും ലയവും ഉണ്ട് എന്ന്, ജനനവും മരണവും ഉണ്ട് എന്ന് തോന്നുന്നത് മായയാൽ ഉണ്ടാകുന്ന ഭ്രമമാണ്. ഗുരുദേവൻ എഴുതിയ ഗദ്യപ്രാർത്ഥനയിൽ നാം ശരീരമല്ല അറിവാകുന്നു, ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു, ഇനി ഇതെല്ലാം ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുന്നു. ഈ പറഞ്ഞതിൽ വിശ്വാസമുണ്ടായാൽ മതി മരണഭയം ഇല്ലാതാകാൻ. എന്നാൽ മായയുണ്ടാക്കുന്നത് ദേഹോഹഭാവം, ഞാൻ ദേഹമാകുന്നു എന്നുള്ള വിചാരം. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ആദിയും അന്തവും അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.